ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സംസ്ഥാനത്ത് പൂർത്തിയായി. പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ CBSE, ICSE സ്കൂളുകൾക്ക് വെക്കേഷൻ ക്ലാസ് നടത്താൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. IPL-ൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സംസ്ഥാനത്ത് പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 12 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നത്. ഏപ്രിൽ 8 വരെയാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് നടന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 13 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. തിരുവനന്തപുരത്ത് 9 പേരുടെയും ആറ്റിങ്ങലിൽ 7 പേരുടെയും പത്രിക തള്ളി. കൊല്ലം മണ്ഡലത്തിൽ ഇന്ന് നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 12 സ്ഥാനാർത്ഥികൾ യോഗ്യത നേടിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളും മാവേലിക്കര മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളുമാണ് സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ രംഗത്തുള്ളത്. പത്തനംതിട്ട മണ്ഡലത്തിൽ സമർപ്പിക്കപ്പെട്ട 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 17 എണ്ണം അംഗീകരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് 5 പത്രികകൾ തള്ളിയതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം 10 ആയി. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലായി 16 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 5 പേരുടെ പത്രികകളാണ് തള്ളിയത്. ഇതോടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 13ഉം വടകരയിൽ 11 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. കണ്ണൂർ മണ്ഡലത്തിൽ ലഭിച്ച 18 നാമനിർദ്ദേശ പത്രികകളിൽ 3 എണ്ണം സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഇതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം 12 ആയി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 8 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ചാലക്കുടി മണ്ഡലത്തിൽ 1 പത്രിക തള്ളിയതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം 12 ആയി. മലപ്പുറത്ത് 10 സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ 8 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചത്. വയനാട് മണ്ഡലത്തിൽ പത്രിക നൽകിയ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പത്രിക അംഗീകരിച്ചു. 10 മത്സരാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്ത് 9 സ്ഥാനാർത്ഥികൾ ആണുള്ളത്. 13 പത്രികകളാണ് ഇവിടെ ലഭിച്ചിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കി. രാജ്യത്തെ എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും പ്രതിവർഷം 1 ലക്ഷം രൂപ ധനസഹായം, 400 രൂപ മിനിമം ദിവസക്കൂലി, കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം, വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ, ദേശീയതലത്തിൽ ജാതി സെൻസസ് തുടങ്ങിയവ പത്രിക വാഗ്ദാനം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. 25 ലക്ഷം രൂപ വരെ പണരഹിത ആരോഗ്യ ഇൻഷുറൻസ്, കേന്ദ്ര സർക്കാരിലെ 30 ലക്ഷത്തോളം ഒഴിവ് നികത്തൽ, സർക്കാർ ജോലികളിലേക്കുള്ള പരീക്ഷകളുടെ അപേക്ഷാ ഫീസ് നിർത്തലാക്കൽ എന്നിവയും പത്രിക ഉറപ്പു നൽകുന്നു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, P. ചിദംബരം, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലേക്ക് കടന്നു. എറണാകുളത്ത് സജീവ മണ്ഡല പര്യടനത്തിനൊപ്പം മുൻനിര നേതാക്കളെ രംഗത്തെത്തിച്ച് ആവേശകരമായ പോരാട്ടത്തിന് അരങ്ങൊരുക്കുകയാണ് മുന്നണികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ എറണാകുളം മണ്ഡലത്തിലെ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി. LDF അണികളിൽ ആവേശം പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചെറായിയിലെ ശ്രീ ഗൗരീശ്വരം ക്ഷേത്ര മൈതാനത്തും പിന്നീട് പള്ളുരുത്തിയിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്ന് രാവിലെ കുന്നുകര പഞ്ചായത്തിലെ ഐരൂർ പുളിഞ്ചോട് നിന്ന് ആരംഭിച്ച LDF സ്ഥാനാർത്ഥി KJ ഷൈനിന്റെ പര്യടനം കരുമാലൂർ, ആലങ്ങാട്, കടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പൂർത്തിയായി.
ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇന്ന് രാവിലെ കലൂർ സ്റ്റേഡിയത്തിൽ പ്രഭാത നടത്തത്തിനും വ്യായാമത്തിനും എത്തിയവരുമായി സംവദിച്ചു. പിന്നീട് എറണാകുളം മാർക്കറ്റിലെത്തി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള മഹിളാ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരി പത്മജ വേണുഗോപാൽ എറണാകുളം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. BJP എറണാകുളം ലോക്സഭാ നേതൃയോഗവും ഇന്ന് നടന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായി നോമിനേഷൻ നൽകിയ 2 അപരന്മാരുടെ പത്രിക തള്ളി. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരുടെ പത്രികകളാണ് അപാകതകൾ പരിഗണിച്ച് തള്ളിയത്. നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങിയവരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വ്യാജരേഖ ചമച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഇരുവർക്കുമെതിരെ കേസെടുക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായി 7ാം തവണയാണ് RBI ബാങ്കിംഗ് നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. സംസ്ഥാനത്തെ CBSE, ICSE സ്കൂളുകൾക്ക് വെക്കേഷൻ ക്ലാസ് നടത്താൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. രാവിലെ 7:30 മുതൽ 10:30 വരെ വെക്കേഷൻ ക്ലാസുകൾ നടത്താൻ അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് അബ്ദുൾ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഗവൺമെന്റ് സ്കൂളുകളിൽ വെക്കേഷൻ ക്ലാസുകൾ ആവശ്യമെങ്കിൽ പ്രത്യേക ഉത്തരവിറക്കി ക്ലാസുകൾ നടത്താമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൌൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരള സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. രാഷ്ട്രീയ ബന്ധമുള്ള സംഘടനകൾക്കും വ്യക്തികൾക്കും സൈനിക സ്കൂളുകളുടെ നടത്തിപ്പ് ചുമതല നൽകുന്നത് ആ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെയും സ്വയം ഭരണാധികാരത്തെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി V. ശിവൻകുട്ടി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. സൈനിക സ്കൂളുകൾ ഭാവിയിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളാണെന്നും അവയെ ഒരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കത്തിൽ പറയുന്നു. കേരള സ്റ്റോറി എന്ന ചിത്രം ദൂരദർശനിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം സംസ്ഥാനത്ത് തുടരുന്നു. കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച ഈ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് ദൂരദർശൻ അടിയന്തരമായി പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയ ചിത്രമാണ് ഇതെന്നും കലാകാരന്റെ വീക്ഷണമാണ് ചിത്രത്തിൽ ഉള്ളതെന്നും കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ പ്രതികരിച്ചു. സിനിമയുടെ സംപ്രേക്ഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേതാണ് നടപടി. UP മദ്രസ വിദ്യാഭ്യാസ നിയമം മതേതരത്വ സങ്കല്പത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കോടതിയുടെ തീർപ്പനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ICUവിൽ വച്ച് കഴിഞ്ഞ വർഷം മാർച്ച് 18-ന് യുവതി പീഡനത്തിനിരയായ സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. തലശ്ശേരി പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളിയാത്തോടിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. ചെണ്ടയാട് കാട്ടിന്റവിടെ ഷെറീൻ ആണ് മരിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇന്ന് പുലർച്ചെ സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ CPIM ബന്ധം ആരോപിച്ച BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്ന് വ്യക്തമാക്കി. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. 1 തോൽവിയും 2 വിജയവുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ 3-ാമതാണ് ചെന്നൈ. ഹൈദരാബാദ് പട്ടികയിൽ 7-ാം സ്ഥാനത്താണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ഹൈദരാബാദ് FCയെ നേരിടും. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാനത്ത് ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തൃശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സംസ്ഥാനത്ത് പൂർത്തിയായി. പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിച്ചു.
സംസ്ഥാനത്തെ CBSE, ICSE സ്കൂളുകൾക്ക് വെക്കേഷൻ ക്ലാസ് നടത്താൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. IPL-ൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.